മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹയുടെ പരിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 46-ാമത്തെ വാക്യം. സെയിന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 7 verse 46. അവർ മറുപടി പറഞ്ഞു, അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. യേശുവിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യമായി മിഷൻ പ്രദേശത്തേക്ക് ഞാൻ യാത്രയാവുകയാണ്. 5 വർഷത്തെ അതിരമ്പുഴയിലെ സ്നേഹ ശുശ്രൂഷകൾക്ക് ശേഷം വളരെ സ്നേഹത്തോടെ എല്ലാവരും കൂടെ എന്നെ മിഷനിൽ കൊണ്ടേയാക്കുകയാണ്. ഈ അവസരത്തിൽ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ആളുകൾ എന്റെ അടുത്തേക്ക് വരുന്നില്ല. അവർ മാറി നിൽക്കുകയാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോയ പോലൊരു അനുഭവം. ഞാൻ വിഷമത്തോടുകൂടി അന്ന് എന്റെ സ്പിരിച്വൽ ഫാദറിനെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലൂയിസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാരണം ഈശോയ്ക്കൊരു വലിയ പദ്ധതിയുണ്ട്. തളരേണ്ട, ധീരതയോടെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യും. ആ വാക്കുകൾ എന്നെ ധൈര്യപ്പെടുത്തി. ഒട്ടേറെ ശുശ്രൂഷ ചെയ്യുവാനും 2-3 ഇടവുകളിൽ ശുശ്രൂഷ ചെയ്യുവാനും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അനേകം സ്ഥലങ്ങളിൽ ആധ്യാത്മിക ശുശ്രൂഷ കൊടുക്കുവാനും ഒക്കെ കഴിഞ്ഞു എന്ന് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് ഈ അച്ഛന്റെ സാന്നിധ്യവും ഉപദേശവും. നമ്മളെന്നിപ്പോൾ വിളിക്കുന്ന സ്പിരിച്വൽ ഫാദർ. നമുക്ക് എപ്പോഴും ഒരു സ്പിരിച്വൽ ഫാദർ ആവശ്യമാണ്. ആരാണ് അച്ഛന്റെ, ബ്രദറിന്റെ, സിസ്റ്ററിന്റെ സ്പിരിച്വൽ ഫാദർ എന്ന് ചോദിച്ചാൽ ആരുമില്ല എന്ന ഉത്തരവുണ്ടാകരുത്. ദൈവം എനിക്ക് തരുന്ന വ്യക്തിയെ ആധ്യാത്മിക പിതാവായി കണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് നേതൃത്വം നേടുവാൻ സാധിക്കേണ്ടത് ആവശ്യമാണ്. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.